ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. എല്ലാവരെയും ഞാൻ EFT ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. പിന്നെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയും. എല്ലാവർക്കും നല്ല സന്തോഷത്തിലും സമാധാനത്തിലുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയെന്നല്ലേ? അപ്പൊ നമ്മള് ഇന്നത്തെ ടോപ്പിക്ക് ആരെങ്കിലും പറയോ? ഇന്നത്തെ ടോപ്പിക് എന്താന്ന്? ആർക്കെങ്കിലും അറിയോ? ഓർമ്മ ഉണ്ടോ? ശരിയായ വിശ്വാസം സന്തോഷത്തിലേക്ക് നയിക്കും എന്നതാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോ നമ്മുടെ ജീവിതത്തെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തെ വിജയത്തിലേക്കും പരാജയത്തിലേക്കും നയിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള, നമ്മൾ അറിയാതെ കയറിക്കൂടിയ ചില വിശ്വാസങ്ങളാണ്. ചെറുപ്പകാലം മുതൽക്ക് പലരും നമ്മളോട് പറഞ്ഞതും പലരും നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായിട്ടുള്ള പല സംഗതികളും നമ്മളെ ഉള്ളിലേക്ക് പോയത് കാരണം അതിൽ നിന്ന് ഉണ്ടായിത്തീർന്ന പല വിശ്വാസങ്ങളുണ്ട്. അപ്പോൾ ചെറുപ്പത്തിലേ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് വിശ്വാസം അതല്ലേ എല്ലാം. നമ്മുടെ ഉള്ളിൽ കയറിക്കൂടിയത് ചീത്ത വിശ്വാസങ്ങളാണെങ്കിൽ അത് നമുക്ക് പരാജയമുള്ള ഒരു ജീവിതം നേടിത്തരും. അതുപോലെ നല്ല വിശ്വാസങ്ങളാണ് കയറിക്കൂടിയതെങ്കിൽ, നല്ലതായിട്ടുള്ള സംഗതികളാണ് കയറിയതെങ്കിൽ നമുക്ക് സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതവും പ്രദാനം ചെയ്യും. ഇപ്പോ വണ്ടി ഓടിക്കാന് പെട്രോളും ഡീസലും ഒക്കെ ആവശ്യമാണ്. അതില്ലെങ്കിൽ ആ സാധനം അനങ്ങൂല. അതുപോലെ നമ്മുടെ ബ്രെയിനിന്റെ ഇന്ധനമാണ് മനസ്സ്. മനസ്സിന്റെ ചാർജറാണ് വിശ്വാസങ്ങൾ. അപ്പൊ ഇതൊക്കെ പരസ്പരം കണക്ഷനിലൂടെയാണ് പോകുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് എന്താണോ വിശ്വാസങ്ങളായിട്ടുള്ളത് അതിനനുസരിച്ചുള്ള ചിന്തകൾ വരും. അതിനനുസരിച്ച് നമ്മുടെ ലൈഫ് ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ നമ്മളെ സമൂഹത്തിൽ ഇന്ന് ഒരുപാട് ആളുകൾ സാമ്പത്തികമായും രോഗങ്ങൾ കൊണ്ടും അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട് പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും, ജോലി സംബന്ധമായിട്ട് അതൊന്നും ശരിയാവാതെ അങ്ങനെ പ്രയാസങ്ങളിലൂടെ പോകുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇവരൊക്കെ ഇങ്ങനെ ആവാൻ കാരണം അവരുടെ ഉള്ളിൽ കയറി കൂടിയിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള തെറ്റായ വിശ്വാസങ്ങൾ കൊണ്ടാണ്. അപ്പൊ ഈ വിശ്വാസത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മൾ ഒരു ആനക്കുട്ടിന്റെ ഈ ആനന്റെ ഇത് നമുക്ക് മനസ്സിലാക്കണം. ആനക്കുട്ടി പ്രസവിച്ച് 1-2 വയസ്സിന്റെ ഉള്ളിൽ തന്നെ അതിനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ കയറുമലോ എന്തുമലോ കെട്ടിരും. അപ്പോ ഈ ആനക്കുട്ടി ഇങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ചൊക്കെ അതിന്റെ കാല് എപ്പോഴും കെട്ടിട്ടൊരവസ്ഥയിലാണ് ഉണ്ടാവല്. അങ്ങനെ അതിന്റെ മൈൻഡ് സെറ്റ് എന്താവും? അതിന്റെ മനസ്സ്, അതിന്റെ വിശ്വാസം, എനിക്ക് എവിടേക്കും പോവാൻ കഴിയൂല, എന്നെ ഇങ്ങനെ ബന്ധിതമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് എന്ന ഒരു രൂപത്തിലാണ് അതിന്റെ വിശ്വാസം രൂപപ്പെട്ടു വരല്. അപ്പൊ ഈ ആന എത്ര വലുതായാലും അതിന്റെ കാൽമേൽ ഒരു ചങ്ങലുണ്ടായാൽ മതി. അതിന് ആ വിശ്വാസത്തിലാണ് പിന്നെ അതിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അത് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവേ അങ്ങനത്തെ യാതൊന്നും ചെയ്യാതെ ആ ചെറുപ്പത്തിലേ ഈ രൂപത്തിൽ വളർന്നു വന്നത് കൊണ്ട് എത്ര വലിപ്പമായാലും, ശരിക്കൊരു ആനയും പാപ്പാനെയും വെച്ച് നോക്കുമ്പോൾ എത്രങ്ങാനും ചെറിയൊരു ജീവിയാണ് മനുഷ്യൻ എന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഈ ആനകൾ ആ മൈൻഡ് സെറ്റ്, അതായത് ആ വിശ്വാസത്തിലാണ് ആനകൾ ഉണ്ടാവല്. ഞങ്ങൾക്ക് അനങ്ങാൻ കഴിയൂല, കാൽമേൽ കെട്ടുണ്ട്, ചങ്ങലുണ്ട് എന്നതിലാണ് ചെറുപ്പത്തിലേ അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇവർ ഈ രൂപത്തിലാവുന്നത്. ഇതാണ് നമ്മളെയൊക്കെ അവസ്ഥ. അങ്ങനെ തന്നെയാണ്. നമ്മളെ ചെറുപ്പം മുതൽക്കേ നമ്മളെ പാരൻസ് ആയിട്ടും മറ്റുള്ളവരായിട്ടും പല സംഗതികളും നമ്മളോട് പറയുകയും നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും അതിൽ. അപ്പൊ ഇതിലേതാണോ കൂടുതൽ അതിനനുസരിച്ചുള്ള ഒരു വിശ്വാസമാണ് നമ്മളെ ഉള്ളിൽ ഉണ്ടാവുക. അപ്പോ ഈ വിശ്വാസത്തെ, നമ്മളെ ഉള്ളിൽ എന്തെല്ലാം വിശ്വാസങ്ങൾ ഉണ്ട്, എന്തെല്ലാം വേണ്ടതും വേണ്ടാത്തതുമായ വിശ്വാസങ്ങൾ കയറിക്കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. ഇപ്പൊ പൊതുവെ നമ്മളെ കേരളത്തിന്റെ കൾച്ചർ ഞാൻ എപ്പോഴും പറയലുണ്ട്, 70% പോലും നെഗറ്റീവാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡൈവോഴ്സുകളും സാമ്പത്തിക പ്രയാസങ്ങളും രോഗങ്ങളും എല്ലാവർക്കും പ്രശ്നങ്ങളിലൂടെയാണ് പോകുന്നത്.
അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് അധിക വ്യക്തികളുടെയും ഉള്ളിൽ രൂപപ്പെട്ടു വന്നത് നല്ല വിശ്വാസങ്ങളല്ല. നല്ല വിശ്വാസങ്ങളാണെങ്കിൽ ഈ രൂപത്തിൽ മനുഷ്യന്മാരാവൂല. അപ്പൊ അധിക ആളുകളും എന്തെങ്കിലും ഒരു സംഗതി ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിശ്ചിത ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണം എന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, പക്ഷെ എല്ലാവരുടെ മനസ്സിലും ഈ നെഗറ്റീവുകൾ വർക്ക് ചെയ്യുന്നത് കൊണ്ട് എന്നെ ഒന്നിനും പോരാ, എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന വിശ്വാസം രൂഢമൂലമായതിനാൽ, ചെറുപ്പം മുതൽക്കേ ഈ രൂപത്തിൽ പോരുന്നതിനാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയൂല, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയൂല. എന്ത് ചെയ്യാൻ തീരുമാനിച്ചാലും എനിക്ക് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ള ഒരു ചിന്തയാണ് ഇവർക്ക് ഉണ്ടാവല്. അധിക ആളുകളിലും ഇങ്ങനെയാണ് കാണുന്നത്. ഇനിയിപ്പോ പിന്നെ ഒരു രോഗിയായിട്ടുള്ള ഒരാള് ഉറച്ചു വിശ്വസിക്കുകയാണ്, എൻ്റെ ഉള്ളിൽ എൻ്റെ ഉപബോധ മനസ്സ്, അതായത് എല്ലാരുടെ ഉള്ളിലുണ്ട് രണ്ട് ഞാനുകളും രണ്ട് മനസ്സുകളും. അപ്പൊ ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, അത് ബോധ മനസ്സ്. ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ശരിയാണോ, നിങ്ങൾ വെറുതെ പറയല്ലേ എന്ന് നിങ്ങളെ ഉള്ളിൽ പറയുന്ന മനസ്സാണ് ഉപബോധ മനസ്സ്. ഈ ഉപബോധ മനസ്സിന്റെ കഴിവുകൾ മനസ്സിലാക്കി എനിക്ക് എല്ലാം, ഇപ്പൊ ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതിന്ന് മോചനം നേടും, ഞാൻ രക്ഷപ്പെടും എന്നൊരൊറച്ച വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ആ വിശ്വാസം മാത്രം മതി നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ. പക്ഷെ നമ്മുടെ ചെറുപ്പം മുതൽക്കേ പോന്നിട്ടുള്ള ഈ ബിലീഫ് സിസ്റ്റം അതിന് സമ്മതിക്കൂല. നമ്മൾ അറിയാതെ ഇതൊന്നും ഞാൻ ഈ സുഖമാവൂല, ഞാൻ പറ്റക്കട്ടുമലേക്ക് കടന്നു പോകും, എന്റെ ആരോഗ്യം ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത്തരം വിശ്വാസങ്ങളാണ് അധികം ആളുകളും പറയല്. അതുപോലെ സാമ്പത്തികമായി പ്രയാസം, ഒരുപാട് കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരുടെ ബിലീഫ് സിസ്റ്റവും അതിനനുസരിച്ചാണ്. അപ്പൊ അവരും ചിന്തിക്കും, എന്റെ ഈ കടമൊന്നും ഇനി വീടാൻ പോകുന്നില്ല, ഞാൻ ഇനി രക്ഷപ്പെടൂല, എന്റെ വീട് വിറ്റാലും ശരിയാവൂല എന്നിങ്ങനെയുള്ള വിശ്വാസങ്ങൾ എന്നെ കൊണ്ട് നടക്കുമ്പോ അയാളെ ലൈഫിൽ അയാൾക്കൊരു മോചനം നേടാൻ സാധിക്കുകയില്ല. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്കത് ചെയ്യാൻ കഴിയുകയുള്ളൂ. അതുപോലെ ഒരു കാര്യം ചെയ്യാൻ കഴിയുകയില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ അത് നമുക്ക് ചെയ്യാൻ കഴിയുകയുമില്ല. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയത്തിനും വിജയത്തിനും ഉത്തരവാദി എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങളെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവയെ സംസ്കരിച്ച് മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഉയരങ്ങളിലെത്താൻ പറ്റും, ഉന്നതിയിലെത്താൻ പറ്റും. എന്നാൽ നമ്മളെ പിറകോട്ട് വലിക്കുന്നതാണ് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസങ്ങളെങ്കിൽ നമുക്ക് പരാജയവുമാണ് ഉണ്ടാവുക. ഇതിനെയാണ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത്. ഈ നമ്മളെ എല്ലാം ചെയ്യാൻ പറ്റും, ഉയരും എന്നുള്ള തോട്ട് കൊടുക്കുക, അല്ലെങ്കിൽ എന്നോടൊന്നിനും കഴിയൂല, ഞാൻ അങ്ങനത്തോനാണ്, ഞാൻ ഇങ്ങനത്തോനാണ്, ഞാൻ എന്ത് ചെയ്താലും ശരിയാവൂല, ഇത്തരം ചിന്തകൾ നമ്മളെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നതിനെയാണ്, ഇത്തരം വിശ്വാസങ്ങൾ കൊണ്ടു നടക്കുന്നതിനെയാണ് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാല്, നമ്മൾ 8 വയസ്സുവരെ എന്തൊക്കെയാണോ കണ്ടതും കേട്ടും വളർന്നത്, ഏത് രീതിയിലാണോ നമ്മളെ വളർത്തിയത്, അതുപോലെ എന്തൊക്കെ അനുഭവിച്ചാണോ വളർന്നത്, ഇതെല്ലാം ആവർത്തിച്ചാവർത്തിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇതൊരു പ്രോഗ്രാം സെറ്റായിട്ട് മാറുന്നു. നമ്മുടെ ഉള്ളിൽ അതൊരു പ്രോഗ്രാം സെറ്റായി ആവുന്നു. ഇതിലൂടെ തെറ്റായ വിശ്വാസങ്ങൾ, ഈ പ്രോഗ്രാംസിലൂടെയാണ് നമ്മുടെ ഉള്ളിലേക്ക് തെറ്റായ വിശ്വാസങ്ങൾ രൂപപ്പെടുന്നത്. ഈ വിശ്വാസത്തിനനുസരിച്ചാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് തോന്നലുകൾ ഉണ്ടാവുന്നത്. ഇത് നല്ലതാണ് നമ്മളെ ഉള്ളിൽ സെറ്റായതെങ്കിൽ നമുക്ക് നല്ല ചിന്തകൾ വരും, നല്ല തോന്നലുകൾ ഉള്ളിന്ന് വരും. അല്ല, നല്ലതല്ല കയറി കൂടിയതെങ്കിൽ നമുക്ക് എല്ലാവരെയും സംശയം ഉണ്ടാവും. ആരെന്ത് നമ്മളോട് പറഞ്ഞാലും നമുക്കത് വിശ്വസിക്കാൻ കഴിയൂല. നമുക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചയിലെത്താൻ കഴിയൂല. എപ്പോഴും രോഗങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കല്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കതിന് കഴിയില്ല, എനിക്ക് ഇത്രയൊക്കെ കഴിയുകയുള്ളൂ എന്ന തോന്നൽ വരികയാണെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് പോയിട്ടുള്ളത് നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം ആണ്.
എനിക്കൊന്നും ചെയ്യാൻ കഴിയൂല, ഇന്നാർക്കും ഇഷ്ടല്ല, ഞാൻ എന്ത് ചെയ്താലും ശരിയാവൂല, എന്ത് ബിസിനസ് ചെയ്താലും ഞാൻ മെച്ചപ്പെടൂല എന്ന ചിന്തകളാണ് വരുന്നതെങ്കിൽ, ഇപ്പൊ ഇന്ന് ഞാനിതുപോലെ വരുന്ന സമയത്ത് ഒരാൾ പറഞ്ഞ്, തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്ത് ഒരു വീട്ടില് അവിടുത്തെ ഗൃഹനാഥന് എത്രയോ ലക്ഷങ്ങൾക്ക് 32 ലക്ഷം രൂപക്കെട്ട കടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെയൊക്കെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ബിലീഫ് സിസ്റ്റം ഈ രൂപത്തിലുള്ളത് കൊണ്ടാണ്. അപ്പൊ അദ്ദേഹം എത്രയോ ബിസിനസ്സുകളൊക്കെ ചെയ്ത് എന്നിട്ടും രക്ഷപ്പെട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. പല സ്ഥലങ്ങളിലും ബിസിനസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് രക്ഷപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ ഇതുപോലത്തെ ബിലീഫ് സിസ്റ്റമാണ് ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ടെൻഷൻ അടിച്ച് അദ്ദേഹത്തിന്റെ മകന് വരെ രോഗിയാവുന്ന ഒരവസ്ഥയിലേക്ക്, മാനസികമായി തകർന്ന, ആ ഫാമിലി മൊത്തം തകർന്ന ഒരവസ്ഥയിലേക്കാണ് ഉള്ളത്. അപ്പൊ ഈ വിശ്വാസം, ബിലീഫ് സിസ്റ്റത്തിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ ഓരോരുത്തരുടെ ജീവിതം പഠിച്ചാലും നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത്തരം കാര്യങ്ങളൊന്നും നമ്മളാരും എവിടുന്ന് കേൾക്കുകയോ മനസ്സിലാക്കി ഒന്നും ചെയ്യലില്ല. അപ്പോൾ നമ്മളെ ഉള്ളിലേക്ക് കൊടുക്കുന്ന വിശ്വാസം എന്താണോ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടായിത്തീരും. ഏതവസ്ഥയിലും നമ്മുടെ മനസ്സിനെ ഒരു ഉറച്ച പാറ പോലെ ഒരു നല്ലൊരു വിശ്വാസം ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് എനിക്ക് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എനിക്ക് രക്ഷപ്പെടും. രോഗത്തിൽ നിന്നാണെങ്കിൽ അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെടും, എനിക്ക് പൂർണ്ണമായിട്ട് സുഖം ലഭിക്കും. ഇതുവരെ ഈ അറിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ രോഗമുള്ള ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. ഇനി എന്റെ ഉപബോധ മനസ്സിന്റെ കഴിവുകളും എല്ലാം ഞാൻ മനസ്സിലാക്കി, വിശ്വാസങ്ങൾ മനസ്സിലാക്കി. എന്റെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് വിശ്വാസങ്ങളുണ്ട്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് എനിക്ക് രോഗം സുഖപ്പെടുകയില്ല എന്നുള്ള ഒരു ചിന്ത വന്നു പോകുന്നത്. ഞാൻ ഇങ്ങനെ രോഗിയായി കട്ടിലിൽ കിടന്നു പോകും എന്നുള്ള ചിന്ത എന്റെ ഉള്ളിൽ കയറി കൂടിയിട്ടുള്ള വിശ്വാസങ്ങളാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുമ്പോൾ നമ്മൾ നമ്മുടെ വിശ്വാസം മാറ്റാൻ ശ്രമിക്കും. ഇതുപോലെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ ഉണ്ടെങ്കിൽ, ഇത്തരം ബിലീഫ് സിസ്റ്റമാണ് നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടതെങ്കിൽ, ഞാൻ ശരിയാവൂല, ഞാൻ ഏത് ബിസിനസ് ചെയ്താലും നന്നാവൂല, ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ബിലീഫ് സിസ്റ്റമാണ് ഉള്ളതെങ്കിൽ അയാൾക്ക് ഒരിക്കലും തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയില്ല. അതുപോലെ PSC എക്സാമിനും മറ്റു ഇന്റർവ്യൂകൾക്കൊക്കെ പോകുമ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഈ എക്സാമിന് ഞാൻ ജയിക്കുമോ എന്ന് ശങ്കിച്ചുകൊണ്ടാണ്, സംശയിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ എക്സാമിന് ഞാൻ ജയിക്കുകയില്ല എന്ന ഒരു വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും അതിന് നമുക്ക് വിജയം ഉണ്ടാവുകയില്ല. അതുപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോഴും ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒരു ശുഭാപ്തി വിശ്വാസം, ഞാൻ രക്ഷപ്പെടും, എനിക്ക് എല്ലാം എഴുതാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം വെച്ച് പുലർത്തുമ്പോഴേ നമ്മൾ അവിടേക്ക് എത്തിപ്പെടുള്ളൂ. കാരണം ഈ ഒരറിവ് ഒരു വല്ലാത്ത ഒരറിവായിട്ട് ഫീൽ ചെയ്തത് ഈ കുറഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ 10 വർഷത്തിന് ശേഷമാണ് ഈ ഫീൽഡിലേക്കുള്ള പഠനം ഞാൻ നീക്കിയത്. ഇതിന്റെ മുന്നേ 20 വർഷം മുന്നേ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ് BEd ഒക്കെ കഴിഞ്ഞ സമയത്ത് എന്നെ പഠിപ്പിച്ചത് ഒരു അസോസിയേഷനാണ്. അവരുടെ കീഴിലുള്ള സ്ഥാപനത്തിൽ ഇന്റർവ്യൂവിന് എന്നെ ക്ഷണിച്ചു. അപേക്ഷ കൊടുത്തു. അങ്ങനെ അന്നത്തെ മാതിരി ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പോസ്റ്റ് വഴിക്ക് വന്നു. അങ്ങനെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഈ വിശ്വാസവും ബിലീഫ് സിസ്റ്റവും എത്രത്തോളം നമ്മളെ സ്വാധീനിക്കും എന്നുള്ള ഒരു അറിവേ ഇല്ല അന്ന്. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ എന്നോട് പറഞ്ഞു, എനിക്കിത് കിട്ടൂല. നെഗറ്റീവ് ബിലീഫ് സിസ്റ്റമാണ് ഉള്ളിൽ ഉണ്ടായിരുന്നത്. അപ്പോ ഇറങ്ങുമ്പോ വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് തന്നെ എന്റെ മനസ്സെന്ന് പറഞ്ഞു, നിനക്കിത് കിട്ടൂല. അങ്ങനെ ഇന്റർവ്യൂവിന് ഇരുന്നു. എന്നെയൊക്കെ പഠിപ്പിച്ച അധ്യാപകർ തന്നെയാണ് 3 ആള് മുന്നിൽ ഇരിക്കുന്നത്. അപ്പോ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ അധ്യാപകരാകുമ്പോൾ നല്ലോണം തിരിയല്ലോ നമ്മൾ എത്രത്തോളം ബാക്ക് ബെഞ്ചിൽ കുത്തിയിരുന്ന് കളിച്ചിരുന്നൊക്കെ ഉള്ളത് ഈ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും. എങ്കിലും ആ ഇന്റർവ്യൂ ബോർഡിലുള്ള ഒരാൾക്ക് എങ്ങനെങ്കിലും എന്നെ അവിടെ ജോയിൻ ചെയ്യിക്കണം എന്നുണ്ട്. അപ്പൊ വലിയ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. അറിവില്ലാത്ത ഒരാളെ കയറ്റുക എന്ന് പറഞ്ഞാൽ ശരിയില്ല. പക്ഷെ കഴിവിന്റെ പരമാവധി അവര് സിമ്പിൾ ക്വസ്റ്റ്യൻസ്, തുടക്കത്തിലൊക്കെ കുറച്ച് ടഫ് ചോദ്യങ്ങളാണെങ്കിലും പിന്നീട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിനൊക്കെ ഒരു തടസ്സം പോലെ അറിയുന്നതും തെറ്റിച്ചുകൊണ്ടുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. അവസാനം ഒരു ചോദ്യം ചോദിച്ചു,
ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ സഹാബി ആരാണ്? ആ ചോദ്യത്തിന് ഉത്തരം ആ ചോദിക്കുന്ന സമയത്ത് ശരിക്കും എനിക്കറിയാം, ഇന്നും അറിയാം. പക്ഷെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആ പറഞ്ഞത് കാരണം എൻ്റെ ഉള്ളിൽ നിന്ന് പറയണ്ട തെറ്റും, പറയണ്ട തെറ്റും എന്നുള്ള ഒരു സംസാരമാണ് എൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടിയത്. അങ്ങനെ ഞാൻ ആ ചോദ്യം അപ്പനോട് പറഞ്ഞു, ഇതിന് ആൻസർ നീ പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഈ ജോലി തരും. എനിക്ക് അതിന് ആൻസർ പറയാൻ എന്നെ സമ്മതിച്ചില്ല എൻ്റെ ഉള്ളിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞതുമില്ല. അതുകൊണ്ട് ആ ജോലി എനിക്ക് കിട്ടിയതുമില്ല. അപ്പോ ഈ ബിലീഫ് സിസ്റ്റം എന്നുള്ളത് എത്രത്തോളം വാല്യൂ ഉള്ള സംഗതിയാണെന്നുള്ളത് ആ അനുഭവത്തിൽ നിന്ന് ഇപ്പൊ ഇതൊക്കെ പഠിച്ചപ്പോഴാണ് ഞാൻ തന്നെയാണ് ആ ജോലി കിട്ടാത്തതിന് ഉത്തരവാദി എന്നുള്ളത് മനസ്സിലായത്. അപ്പോ നമ്മൾ ഈ നെഗറ്റീവ് ബിലീവ് സിസ്റ്റത്തിലൂടെ എന്നെ ഒന്നിനും പറ്റൂല, എന്നെ ആർക്കും ഇഷ്ടമല്ല, ഞാൻ എന്ത് ചെയ്താലും ശരിയാവില്ല, ഞാൻ ഏത് ബിസിനസ് ചെയ്താലും അതൊക്കെ പൊട്ടിപ്പോകും എന്നുള്ള ഒരു ചിന്ത, ഒരു അറിയാതെ ഒരു നെഗറ്റീവ് ബിലീഫ്സ് ആണ് നമ്മുടെ ഉള്ളിൽ ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനെ മാറ്റി ഞാൻ ഉഷാറാണ്, ഞാൻ എല്ലാത്തിനും കഴിയും, എനിക്ക് എല്ലാത്തിനും കഴിയും, ഞാൻ ചെയ്താൽ ശരിയാവും, ഞാൻ ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്തും, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുള്ള കഴിവിനനുസരിച്ചുള്ള ഒരു പാഷൻ മനസ്സിലാക്കി ഞാൻ നല്ലൊരു ഫീൽഡിലേക്ക് എത്തിപ്പെടും എന്നിങ്ങനെയുള്ള ചിന്തകൾ കൊടുക്കാൻ കഴിഞ്ഞാൽ, എന്നിങ്ങനെയുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ നമുക്ക് വെച്ച് പുലർത്താൻ കഴിഞ്ഞാൽ, ആ ഒരു വിശ്വാസം മതി നമ്മൾ അതിലൂടെ ആ കൂട്ടിലൂടെ പോയി നമുക്ക് നല്ലൊരു ജീവിത വിജയം നേടാൻ പറ്റും. എന്റെ അന്ന് 20 വർഷം മുന്നുള്ള ആ അനുഭവത്തിൽ നിന്ന് 20-25 വർഷമായിട്ടുണ്ടാകും. അതിൽ നിന്ന് അന്നൊന്നും അത് അറിയില്ലായിരുന്നു. അപ്പൊ ഇനിയുള്ള സമൂഹത്തിനെങ്കിലും, ഇനിയുള്ള പഠിക്കുന്ന കുട്ടികൾക്കും അല്ലാത്തവർക്കും ഒക്കെ ഇത് പകർന്നു കൊടുക്കണം എന്ന് ഇത് പഠിച്ച സമയത്ത് മനസ്സിൽ ഉദ്ദേശിച്ചതാ. പക്ഷെ ഇപ്പോഴാണ് ദൈവാനുഗ്രഹത്താൽ അവസരങ്ങൾ കിട്ടുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ സംഭവം തന്നെയാണ് പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അതുപോലെ ഭഗവത്ഗീതയിലും ബൈബിളിലും ഒക്കെ പറയുന്നുണ്ട്. ഇത് എന്താ പറയുന്നത്? ഖുർആനിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. ഒരു ജനത തന്റെ തീരുമാനം മാറ്റുന്നത് വരെ അവയെ മാറ്റാൻ ദൈവത്തിന് കഴിയുകയില്ല. ഇന്നല്ലാഹ, തീർച്ചയായും അള്ളാഹു, ലാ യുഗയ്യിറു, മാറ്റം നടത്തുകയില്ല, മാറ്റം ഉണ്ടാക്കുകയില്ല, ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ട് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ടെങ്കിലും ഇതിനെ നമ്മൾ സയന്റിഫിക് ആയിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ സമൂഹത്തിൽ ഇത്രയും പ്രശ്നങ്ങളിലൂടെ, രോഗങ്ങളിലൂടെയും സാമ്പത്തിക പ്രയാസങ്ങളിലൂടെയും ദാമ്പത്യ പ്രശ്നങ്ങളിലൂടെയും കുട്ടികളുടെ പഠന പ്രശ്നങ്ങളും എല്ലാം ഒരു ഇഷ്യൂ ആയിട്ട് പോവാനുള്ള കാരണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം മാറ്റാൻ കഴിയാത്തതാണ്. അതായത് വിശ്വാസങ്ങൾ, ഏതൊക്കെ വിശ്വാസമാണോ നമ്മുടെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്, ഏതൊക്കെ ഞാൻ അത് നിലനിർത്തണം, ഏതൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് പോക്കണം, ഈ വിശ്വാസം എൻ്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് അത് ബേസ് ചെയ്തുള്ള ചിന്ത വരുന്നത്, അത് ബേസ് ചെയ്തുള്ള ചിന്ത വരുന്നത് കൊണ്ടാണ് അതിനനുസരിച്ചുള്ള എനിക്കൊരു ജീവിതം കിട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇത്തരം അറിവുകളൊന്നും ഇപ്പോഴാണൊക്കെ മനസ്സിലായി വരുന്നത്. ഒരുപാട് പഠനങ്ങൾ ഇപ്പോൾ ഈ വിഷയത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് കുട്ടികളില്ലാത്ത ആളുകളുടെ അവസ്ഥയും. എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കുട്ടികളില്ലാത്തവരുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തൊന്നും ചിലപ്പോൾ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ പിന്നെ അവർക്ക് തോന്നും ഇനി ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുകയില്ല. പോരാത്തതിന് ഡോക്ടർമാരെ കാണിച്ച് അവരെന്തെങ്കിലും ഒരു ഇഷ്യൂ, ഹോർമോൺസിന്റെ പ്രശ്നം, അതുണ്ട് ഇതുണ്ട്, എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ട് എന്ന് പറയും ചെയ്യും. പിന്നെ നമ്മുടെ വിശ്വാസം എന്തായി? ഇനി ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവുകയില്ല എന്ന വിശ്വാസത്തിൽ അവർ എത്തിച്ചേരും. ആ വിശ്വാസം നമ്മളിൽ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ എനിക്ക് ഇനി കുട്ടികൾ ഉണ്ടാവൂല എന്ന ഒരു കൺസെപ്റ്റിലൂടെ പോകുമ്പോൾ ഈ ആയത്ത് പറഞ്ഞ മാതിരി ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, നമ്മുടെ മനോഭാവം നമ്മൾ ഇങ്ങനെയൊക്കെയാണ് മനസ്സിനെ പാകപ്പെടുത്തിയതെങ്കിൽ ശുഭാപ്തി വിശ്വാസമല്ല, എനിക്ക് ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും, ടൈം ആയിട്ടില്ല എന്ന ഒരു വിശ്വാസത്തിലല്ല. അതിന് കുറച്ച് ടെക്നിക്കുകളുണ്ട്. വിശ്വാസമല്ല വെച്ച് പുലർത്തിയതെങ്കിൽ അവർക്ക് ഇല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ
മുന്നോട്ട് പോകും. എനിക്ക് ഒരു അനുഭവം ഉണ്ട്. ഒരു 5 വർഷം മുന്നേ ഞാനൊരു സ്ഥലത്തൂടെ ഇങ്ങനെ നടന്നു പോരുമ്പോ ഒരു സഹോദരനെ കണ്ടുമുട്ടി. ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരാളാണ്. അപ്പോ കുട്ടികളൊന്നും ഇല്ലേന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഇല്ല, 8 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു മരുന്നൊന്നും കുടിക്കണില്ലേ ചോദിച്ചു. ആ മരുന്ന് കുറെ കുടിച്ചിരുന്നു. അങ്ങനെ ബോഡി ഭയങ്കരമായിട്ട് വെയിറ്റ് ആയപ്പോ പിന്നെ ഞാൻ നിർത്തി. കുട്ടികളൊന്നും ഉണ്ടാവുന്നില്ല, അപ്പൊ വെറുതെ ശരീരം കേടാക്കണ്ടല്ലോ എന്ന് ഉദ്ദേശിച്ച് ഞാൻ നിർത്തി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു കുട്ടി ഉണ്ടാവാൻ തീവ്രമായ ആഗ്രഹമുണ്ടോ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു നന്നായി ആഗ്രഹിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ നിന്റെ മനസ്സിലുള്ള ഈ ബിലീഫ് ഇനി എനിക്ക് കുട്ടികൾ ഉണ്ടാവൂല എന്നുള്ള ആ വിശ്വാസത്തെ നീ മാറ്റണം എന്ന് പറഞ്ഞു. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിന്റെ വശമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇത്തരം കാര്യങ്ങളൊക്കെ നിന്റെ ഹസ്ബൻഡിനോട് പറയണം. നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ കുറച്ച് 6 മാസം 1 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ വ്യക്തിക്ക് ഗർഭിണിയായി എന്നുള്ള ഒരു വിവരമാണ് ഞാൻ അറിഞ്ഞത്. ഇനി മരുന്ന് കുടിച്ചതിന്റെ ഫലമാണോ അല്ലെങ്കിൽ ഇങ്ങനെ വിശ്വാസം മാറ്റിയതിന്റെ ഫലമാണോ എന്നറിയില്ല. ഇപ്പം 2 വയസ്സായ ഒരു കുട്ടി അവരുടെ കയ്യിലുണ്ട്. ഇതുപോലെയാണ് നമ്മുടെയൊക്കെ അറിവില്ലായ്മ കൊണ്ട് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. കാരണം നമ്മളെ ലൈഫ് എവിടെയാണോ എത്തിയത് അതിന്മേലാണ് നമ്മൾ നിൽക്കുന്നത്. മാറി ചിന്തിക്കാനോ മാറി വിശ്വാസങ്ങൾ മാറ്റാനോ നമുക്ക് സാധിക്കുന്നില്ല. അപ്പൊ നമ്മൾ ആഗ്രഹിച്ച രൂപത്തിൽ നമ്മുടെ ജീവിതം എത്തപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യല്? നമ്മളെ മാതാപിതാക്കളെയും പഠിപ്പിച്ച അധ്യാപകരെയും കൂട്ടുകാരെയും ഒക്കെ കുറ്റപ്പെടുത്തും. ഓല് കാരണാണ് ഞാൻ ഇങ്ങനെ ആയത്. ഞാൻ കാരണമല്ല ഞാൻ ഇങ്ങനെ ആയത്, അവരൊക്കെ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത്. എന്റെ ഉപ്പക്കും ഉമ്മക്കും പണം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ദരിദ്രവാസിയായത് എന്നിങ്ങനെയുള്ള ചിന്തകളും വിശ്വാസങ്ങളും ഉള്ളിലേക്ക് കയറ്റി വിട്ട് ഇത്തരം തെറ്റായ വിശ്വാസങ്ങൾ കാരണം നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ നമ്മൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. എല്ലാവർക്കും പ്രപഞ്ച സൃഷ്ടാവ് ഈ ഭൂമിയിൽ വെറുതെ ആരും വിട്ടിട്ടില്ല. നല്ല കഴിവുകൾ തന്നിട്ടാണ് എന്നെയും നിങ്ങളെയും ഒക്കെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്. പക്ഷെ നമ്മുടെ ജീവിത ചുറ്റുപാട് ഓരോ രൂപത്തിലേക്ക് പോകുന്നത് കാരണം ഇത്തരം ഒരു ചിന്ത പോലും നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുന്നില്ല. അപ്പോ ഇങ്ങനെയുള്ള വേണ്ടാത്ത കുറെ നെഗറ്റീവുകൾ, കുറെ വേണ്ടാത്ത വിശ്വാസങ്ങൾ ഉള്ളിലേക്ക് കയറിക്കൂടിയത് കാരണം നമ്മള് വിശ്വാസം മൊത്തം ഞാൻ ശരിയാവില്ല അങ്ങനെ പോകുന്നതിനാല് ഈ കഴിവുകളിലേക്ക്, ഈ ചിന്തയില് ഉള്ളില് ഉള്ള ഈ കഴിവുകളൊക്കെ ഇങ്ങനെ പൊടി പിടിച്ച് ചളിയിൽ അകപ്പെട്ട ഒരവസ്ഥയിലാണ് നമ്മൾ ഉള്ളിലുള്ളത്. എത്രയോ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഈ ഉള്ളിലുള്ള കഴിവിനെ കണ്ടെത്തി ഉന്നത സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരം വിശ്വാസങ്ങൾ, ബിലീഫ്സുകൾ നമുക്ക് മാറ്റാൻ കഴിഞ്ഞാലേ നമ്മളെ ഉള്ളിലുള്ള ആ കഴിവ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ 35-ാമത്തെ വയസ്സിലാണ് ഈ മനഃശാസ്ത്രപരമായിട്ടുള്ള കഴിവിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം ഒന്നും എനിക്ക് നേടാൻ പറ്റിയിട്ടില്ല. പിന്നെ ആ കഴിവ് മനസ്സിലായതിനു ശേഷം ഒരുപാട് അറിവുകൾ അതിലൂടെ നേടി. ഇന്നത്തെ കാലം ഒരു അനുഗ്രഹീത കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. നമ്മളെ കയ്യിൽ ഒരു സാധനം ഉണ്ട്, അത് നമുക്ക് നന്മക്കും ഉപയോഗിക്കാം തിന്മക്കും ഉപയോഗിക്കാം. അത് നമ്മളെ ചോയ്സാ. ഈ മൊബൈലിന് ഇപ്പൊ കിട്ടാത്ത ഒരു അറിവുമില്ല. നമ്മളെ ഉള്ളിലുള്ള കഴിവിനെ മനസ്സിലാക്കി അത് വളർത്തി അതിനുള്ള നോളജ് നേടി, അങ്ങനെയാണ് ഞാനൊക്കെ ഇപ്പൊ ഇന്ന് നിങ്ങളുടെ ഒക്കെ സംസാരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഒരിക്കലും എന്റെ പ്രശ്നങ്ങൾ ഒരു സെക്കൻഡ് പോലും ഞാൻ ആ പ്രശ്നത്തിൽ നിൽക്കുകയില്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഒരു ഭാവി ഉണ്ടാക്കണം. എന്റെ അവസ്ഥ അങ്ങനെയൊക്കെയാണ്. അപ്പോ എനിക്കൊരു വിശ്വാസമുണ്ട്, ഞാൻ ഉഷാറാവും, ഞാൻ നന്നാവും, ഞാൻ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കഴിയും എന്നുള്ള ആ വിശ്വാസം, ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവ് ബിലീഫ്സുകൾ മൊത്തം മാറ്റി. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്റെ ലൈഫിൽ അങ്ങനെ ഒരു അനുഭവം, ഒരു ജോലി വരെ കിട്ടുന്നത് ഇല്ലാത്തൊരു അനുഭവം കഴിഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് മുന്നോട്ടെത്തി ഈ ഉള്ളിലുള്ള കഴിവിനെ മനസ്സിലാക്കിയപ്പോഴാണ്
ഇത്രയും കാലം ആ നെഗറ്റീവ് ബിലീവ്സുകളാണ് എൻ്റെ ഉള്ളിലുള്ള കഴിവ് മൂടി ചളിയിലാക്കിയിരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നീട് ആ ഉള്ളിലുള്ള എല്ലാ ഓരോരുത്തർ പറഞ്ഞതും ചെയ്തതും കാട്ടിയതുമുള്ള എല്ലാ നെഗറ്റീവിനെയും ഞാൻ പുറത്തേക്ക് പോക്കി. അതിന് ഈ EFT ഭയങ്കര ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇമോഷൻ ഫ്രീഡം ടെക്നിക്ക്. എൻ്റെ ഉപ്പയുടെ മരണമാണ് 8ാം വയസ്സിലാണെങ്കിലും അതൊരു വല്ലാത്ത നൊമ്പരമായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ ഇമോഷൻസ് പോക്കിയപ്പോ വേദനിപ്പിച്ച പല അനുഭവങ്ങളും ടാപ്പിങ്ങിലൂടെ ഇമോഷൻ ഫ്രീഡം ടെക്നിക്കിലൂടെ പുറത്തേക്ക് പോക്കിയപ്പോ എൻ്റെ ഉള്ളിലുള്ള കഴിവിനെ ഇങ്ങനെ കണ്ടെത്താൻ പറ്റി. ഒരു ചെറിയൊരു അനുഭവത്തിലൂടെയാണ് ഞാൻ ആ കഴിവിനെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇന്ന് എത്രയോ ആളുകൾക്ക് സമാധാനവും സന്തോഷവും ഒരു വഴിത്തിരിവുമാവാൻ എൻ്റെ ഈ പഠനം എന്നെ സഹായിച്ചു. ഇതുപോലെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ട് ഓരോ കഴിവുകൾ. ഇങ്ങനെ ഒരുപാട് പൊടികൾ പിടിച്ച് ചെളിയിലകപ്പെട്ട് നിങ്ങളാ ഉള്ളിലുള്ള ആ കഴിവെന്ന രക്തം ഒളിഞ്ഞു കിടക്കുകയാണ്. ഈ ബിലീവ് സിസ്റ്റം മാറ്റി എൻ്റെ കുട്ടിക്കാലത്ത് 8 വയസ്സ് വരെയുള്ള കാലഘട്ടം എൻ്റെ അണ്ടറിലല്ല. അത് എൻ്റെ പാരൻസ് എങ്ങനെയാണോ, എൻ്റെ ഫ്രണ്ട്സ് എങ്ങനെയാണോ, എൻ്റെ സൊസൈറ്റിയിലുള്ള മറ്റുള്ളവർ എങ്ങനെയാണോ, അവരുടെ എല്ലാ വേണ്ടാത്തതും വേണ്ടതുമായിട്ടുള്ള പലതും എൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി അതിലും വേണ്ടാത്തതൊക്കെ ചിന്തകളെയൊക്കെ മാറ്റി വിശ്വാസങ്ങളെയൊക്കെ മാറ്റി നമ്മൾ നല്ലൊരു കാഴ്ചപ്പാട് ഉള്ളിൽ വളർത്തുമ്പോൾ നമ്മുടെ കഴിവിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മൾ അറിയാതെ നമ്മുടെ ഈ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും അറിയാതെ നമ്മൾ രൂപപ്പെട്ടു പോയത് മറ്റുള്ളവരത് കണ്ടു പഠിക്കാനാണ്. ഇപ്പൊ ഒരു സ്ഥാപനത്തിൽ പഠിപ്പിക്കുകയാണെങ്കിൽ വരെ കുട്ടികള് ചെറിയ കുട്ടികൾ 1ലും 2ലും 3ലും ഒക്കെ ഉള്ള കുട്ടികൾ എന്താ ചെയ്യലെന്ന് അറിയും. എന്തോ എഴുതാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓൻ എഴുതുണ്ടോന്നല്ല ഓൻ ശ്രദ്ധിക്കല്. ടീച്ചറെ വേറൊരു കുട്ടിയുടെ പേര് പറഞ്ഞിട്ട് ഓൻ എഴുതില്ല എന്ന് പറയും. ഇങ്ങനെയാണ് നമ്മളെ മക്കൾ വരെ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് വളർന്നു വരുന്നത്. മറ്റുള്ളവന്റെ നോക്കിയിട്ടും മറ്റുള്ളവരെ കുറ്റം കണ്ടിട്ടും മറ്റുള്ളവനെ പറഞ്ഞിട്ടുമാണ് നമ്മൾ വളർന്നു വന്നത്. അതിൽ നിന്ന് നമ്മൾ ആദ്യം മോചനം നേടണം. നമ്മളെപ്പോലെ മറ്റുള്ളവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. പാവപ്പെട്ടവനും പണക്കാരനും ഉള്ളവനും ഇല്ലാത്തവനും സൗന്ദര്യമുള്ളവനും സൗന്ദര്യമില്ലാത്തവനും ഒരുപോലെ ജീവിക്കാൻ അവകാശപ്പെട്ട ഭൂമിയാണിത്. നമ്മൾ ഞാൻ ഇപ്പൊ വലിയൊരു പണക്കാരത്തിയാണെങ്കിൽ എനിക്ക് ഒരുപാട് പണം ഉണ്ടെങ്കിൽ പാവപ്പെട്ടവൻ എനിക്ക് കണ്ണിലിങ്ങനെ ഒരു കുത്തല, ഓനൊന്നിനും പറ്റാത്തവനാണ്, ഓനെ ഒരു മൊയന്താണ്, എന്നിട്ട് അതിനനുസരിച്ചുള്ള ഒരു പെരുമാറ്റമാണ്. ആ ഞാന് ഇത്രയും അഹന്ത എൻ്റെ ഉള്ളിൽ വെച്ച് പുലർത്തി മറ്റുള്ളവനോട് ഒരു നിസ്സാരമായി പെരുമാറുന്നത് കാരണമാണ് എൻ്റെ ലൈഫിൽ കിട്ടുന്ന എല്ലാ തിരിച്ചടികളും എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് എനിക്കില്ല. പിന്നെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോകുമ്പോഴാണ് കുത്തിയിരുന്ന് ആലോചിക്കല്, എന്ത് തെറ്റാ ഞാൻ ചെയ്തത്, എനിക്ക് ഇങ്ങനൊക്കെ പരീക്ഷണം കിട്ടാനെന്ന്. ഇങ്ങനെ ഓരോരുത്തരെ മനസ്സിനെ മുറിപ്പെടുത്തിയതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോ നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുള്ളതായിട്ടുള്ള വിശ്വാസം എന്തൊക്കെയാണോ, കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്. ഒരുപാട് ആളുകൾ ഈ അന്ധവിശ്വാസത്തിന്റെ ഭാഗമായിട്ട് കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വല്ലാതെ പോകുന്നില്ല. നമ്മളെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ എന്താ കുട്ടി ചെയ്താനെ മറ്റേ മറിച്ച് എന്നൊക്കെ പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അതിന്റെയൊക്കെ ഭാഗമാണ് ഞാൻ പറഞ്ഞില്ല ആ ജോലിയൊക്കെ കിട്ടിയപ്പോ ആ നെഗറ്റീവ് വന്നത്. പിന്നീടാണ് ഇതൊക്കെ തിരിച്ചറിയുന്നത്. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ, അന്നൊക്കെ അത് ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇപ്പൊ ഇല്ല? അപ്പൊ ഓരൊക്കെ പറയും ലൈറ്റും വെളിച്ചും വന്നിട്ടാണ്. അപ്പൊ ഇങ്ങനെ ചെറുപ്പം അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഒരു അന്തരീക്ഷത്തിലായിരിക്കും നമ്മളൊക്കെ വളർന്നിട്ടുണ്ടാവല്. അപ്പൊ അത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മളെ മനസ്സിൽ നിന്നും പാടെ മാറ്റിയിട്ട് ഇപ്പൊ 73 വയസ്സായ ഒരു ഉമ്മ, ഞാൻ ഇതിനെ മുന്നേ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, എന്നെ വല്ലാതെ വിഷമിപ്പിച്ച ഒരു സംഗതിയാണത്. ആ വ്യക്തി ജീവിക്കുന്നത് ഒരു ഹരിജൻസ് ഒക്കെ ഉള്ള ചുറ്റുഭാഗത്തും ഹരിജൻസ് താമസിക്കുന്ന ഒരു ഭൂമിയിലാണ്. അപ്പൊ ആ വീട്ടിൽ ആ പ്രദേശത്തേക്ക് താമസം മാറിയതിന് ശേഷം അതിന്റെ വിശ്വാസം അങ്ങനെ തോന്നുകയാണ്, ഇവിടെ വന്നിട്ടാണ് എനിക്ക് ഇത്രയും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടായത് എന്നുള്ള ആ പ്രദേശം ആ വ്യക്തിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ വ്യക്തി ജീവിക്കുന്ന സമൂഹമല്ല ഈ എത്തിപ്പെട്ട സ്ഥലത്തുള്ളത്.
അങ്ങനെ ആ സ്ത്രീ ഈ വിശ്വാസം ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കാൻ തുടങ്ങി. ഈ ഭൂമി ശരിയില്ല, ഇവിടെയുള്ള ആൾക്കാരും ശരിയില്ല. ഈ വിശ്വാസം കൊണ്ട് നടന്ന് ചെറിയ 6 മക്കളായ സമയത്ത് ആ വ്യക്തിന്റെ ഹസ്ബൻഡ് മരിച്ചു. വർഷങ്ങൾക്ക് മുന്നേ കഴിഞ്ഞതാണ്. പക്ഷെ ഈ വിശ്വാസത്തിൽ നിന്ന് ആ വ്യക്തിക്ക് മാറാന് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറെ ഉസ്താദുമാരെടുത്തും പല ആളുകളുടെ അടുത്തും ആ വ്യക്തി പോയി. അവർക്കൊക്കെ പൈസ കൊടുക്കും, അവരെന്തൊക്കെയോ ചെല്ലാൻ പറയും, അതൊക്കെ ചെല്ലും. അപ്പൊ എന്നോട് പറയാ 2 ദിവസം അല്ലെ ഒരാഴ്ചയൊക്കെ ഒരു സുഖം കിട്ടും, പിന്നെയും ആ പ്രയാസം വരും. ഇപ്പൊ ആ വ്യക്തി വീണ് കാലിന് മുറിവ് പറ്റി കിടക്കുകയാണ്. അപ്പൊ വിചാരിച്ചോടത്തേക്കൊന്നും പോവാൻ കഴിയുന്നില്ല. അപ്പൊ പറ്റ കിടന്നു പോവോ എന്നുള്ള പേടിയും, പിന്നെ ഈ ഉള്ളിലുള്ള കറുപ്പാണല്ലോ വളർന്നത്, നെഗറ്റീവ് ചിന്തകളാണല്ലോ ഉള്ളിൽ മൊത്തം ഉള്ളത്. അത് കാരണം ഇപ്പൊ ആ വ്യക്തിക്ക് ഉറക്കില്ല, മേലൊക്കെ വേദന അനുഭവപ്പെടുക, പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും ശാരീരികമായിട്ട് പല പ്രയാസവും. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർമാരൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, സൈക്കോസൊമാറ്റിക് ആണ് നിങ്ങളത്, നിങ്ങളെ മനസ്സിലുള്ള ഇഷ്യൂ എടുത്തൊഴിവാക്കിയാൽ നിങ്ങൾക്ക് സുഖമാവും. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിലക്കെ എടുത്ത് പോകുമ്പോ അവരെന്താ നിങ്ങളോട് പറഞ്ഞു തന്നത് വരും. അപ്പൊ അവര് പറയൽ ഇങ്ങനെ ചെല്ലാൻ പറയും, അപ്പൊ നിങ്ങളതൊക്കെ ശരിയാവും എന്ന് പറയും. അപ്പൊ അത് ശരിയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളത് ശരിയായില്ല? അപ്പോ ഇതാണ് നിങ്ങൾ ഉള്ളിൽ കൊണ്ടു നടന്ന ഈ വിശ്വാസമാണ് നിങ്ങളെ ഈ രൂപത്തിലേക്ക് എത്തിച്ചത്. ആ വിശ്വാസമാണ് നിങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. അപ്പൊ ആ വ്യക്തി പറയാണ് ഇതൊക്കെ ഇപ്പോഴല്ലേ അറിയുന്നത്. അങ്ങനെ ഈ EFT, അതായത് ഇമോഷൻ ഫ്രീഡം ടെക്നിക്ക് ചെയ്തു, ഈ മെഡിറ്റേഷനും അതും ഇതൊക്കെ ചെയ്തു കൊടുത്ത് പിന്നെ ഉറക്കും കാര്യങ്ങളും ഉള്ളൊരവസ്ഥയിലേക്ക് മടങ്ങി. എന്നാലും ആ വിശ്വാസം ഉള്ളിൽ നിന്ന് പൂർണ്ണമായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. 2 പ്രാവശ്യം എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് പോകാൻ പ്രയാസമുള്ളത് കൊണ്ട് ഞാൻ തുടർന്ന് പോയില്ല. ഏതായാലും പിന്നെ ക്ലാസ്സിൽ ചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് ആ ക്ലാസ് കൂടി കഴിയുമ്പോൾ ശരിയാവും എന്നുള്ള ഒരു വിശ്വാസം ആ വ്യക്തിക്ക് ഉണ്ട്. ഇങ്ങനെയാണ് അന്ധവിശ്വാസങ്ങൾ, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഉണ്ട്. നമ്മൾ അറിയാതെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും നമ്മുടെ ഉള്ളിലേക്ക് കയറിയതായിട്ടുള്ള സംഗതികളാണ് ഇതൊക്കെ. ഇതൊക്കെ തന്നെയാണ് നമുക്ക് പ്രയാസമായിട്ട് മാറുന്നതും. ഇനിയെങ്കിലും വിശ്വാസത്തിന് നല്ലൊരു പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മളെ വീട്ടിലൊക്കെ ഉള്ള കുട്ടികളെ കേൾക്കുകയും ടീനേജ് കുട്ടികളെ കേൾക്കുകയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവരെ മോശപ്പെടുത്തിയിട്ടും കുറ്റപ്പെടുത്തിയിട്ടും ഒക്കെ സംസാരിക്കുന്നതിന് പകരം നിങ്ങൾ ഉഷാറാണ്, നിങ്ങൾക്ക് നല്ല കഴിവുകളുണ്ട്, നമുക്ക് ദേഷ്യം പിടിച്ച് വിചാരിച്ച് തോന്നിയ മുഴുവനും കേൾക്കുന്ന പറയുകയും അത് കേൾക്കാൻ വിധിക്കപ്പെട്ടവരുമല്ല അവര്. നമ്മൾ ചെയ്യുന്ന ആരാധനകളൊക്കെ നമ്മൾ ഈ മോശമായ പെരുമാറ്റം കൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ചെടുപ്പോവും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ആരാധനകൾ നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ, നമുക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണമെങ്കിൽ നമ്മൾ നാവ് കൊണ്ട് സംസാരിക്കുന്നത് നന്നായി ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് പകരം യാ നഫ്സി, എന്റെ അവസ്ഥ എന്താണ്, എന്തെല്ലാം വിശ്വാസങ്ങളാണ് എൻ്റെ ഉള്ളിൽ കയറിയത്, എന്തെല്ലാം ചിന്തകളാണ് എൻ്റെ ഉള്ളിലുള്ളത് എന്ന് മനസ്സിലാക്കി സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ്, ചിലപ്പം പലഹാരമോ അങ്ങനെ ഫുഡുകൾ എന്തോ ഉണ്ടാക്കുന്ന കഴിവായിരിക്കും, അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ ബിസിനസ് ചെയ്യുന്ന കഴിവുകളായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇങ്ങനെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കഴിവുകളായിരിക്കും. വ്യത്യസ്ത കഴിവുകളാണ് ഓരോ വ്യക്തിക്കും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഒരു ആത്മവഞ്ചനയാണ്. നമ്മൾ നമ്മുടെ ആത്മാവിനെ വഞ്ചിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ ഉള്ളിൽ എന്തൊക്കെ പിഴവുകൾ ഉണ്ട് എന്ന് സ്വയം ചിന്തിക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം കുറവും ചിന്തിക്കാൻ തന്നെ നമുക്ക് നേരം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ അടുത്ത കാലത്ത് ഞാൻ എത്രത്തോളം ശരിയാവാനുണ്ട് എന്ന് ഈ 2 ആഴ്ചക്കുള്ളിൽ ഞാനൊരു പരീക്ഷിച്ചപ്പോ എനിക്ക് മനസ്സിലായി, കുറച്ചും കൂടി ആ ഭാഗം കൂടി ശരിയാവാനുണ്ട്. അങ്ങനെ നമ്മളെ ഉള്ളിലേക്ക് കാര്യങ്ങൾ നീക്കുമ്പോൾ നമുക്ക് സന്തോഷം സമാധാനമാണ് പിന്നെ കിട്ടുന്നത്. നമ്മുടെ ചിന്ത മൊത്തം എൻ്റെ ഉള്ളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തെല്ലാം വിശ്വാസങ്ങൾ, എന്തെല്ലാം സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ട്, ഞാൻ എങ്ങനെയാണ് എൻ്റെ ഭർത്താവിനോടും എൻ്റെ ഭാര്യനോടും എൻ്റെ നാട്ടുകാരോടും അയൽവാസികളോടും ഒക്കെ പെരുമാറുന്നത്, അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിലാണോ, അല്ലെങ്കിൽ ദേഷ്യം പിടിക്കുമ്പോഴേക്ക് ചൈത്താന്റെ മാതിരി പൈശാചികമായിട്ടുള്ള എന്തൊക്കെയോ സ്വഭാവങ്ങളും പ്രവൃത്തികളുമാണോ എന്നിലുള്ളത്, എൻ്റെ വീട്ടിലുള്ള മരുമകൾ ഞാൻ കാരണം സന്തോഷത്തിലാണോ? മരുമക്കളും ചിന്തിക്കണം.
എന്റെ ഭർത്താവിന്റെ ഉമ്മ ഞാൻ കാരണം സന്തോഷത്തിലൂടെയാണോ ജീവിക്കുന്നത്? ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് പോയാല് നമുക്ക് നല്ല ആരോഗ്യമുള്ള, സന്തോഷമുള്ള, സമാധാനമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാൻ കഴിയും. സ്വന്തം ആത്മാവിനെ വഞ്ചിക്കാതെ സ്വന്തം കഴിവുകൾ തിരിച്ചറിഞ്ഞ്, എന്നിട്ട് നമ്മൾ ഈ കഴിവ് തിരിച്ചറിഞ്ഞ് നമുക്കൊരു 10 രൂപ ഉണ്ടാക്കാൻ പറ്റിയാല് അത് ആർക്കെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ? കഴിവുകളെ തിരിച്ചറിയുമ്പോഴേ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ കഴിയുള്ളൂ. അപ്പൊ ഇനി മുതൽക്ക് നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ഉള്ളിൽ പൊടി പിടിച്ചു കിടക്കുന്ന ഇത്തരം മാലിന്യങ്ങൾ ഒഴിവാക്കി, ചെളികളും പൊടികളും ആ ആത്മാവിൽ, ആ എനർജിയിൽ പിടിച്ചു കിടക്കുന്ന വേണ്ടാത്ത വിശ്വാസങ്ങളും ഒക്കെ നീക്കി 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 എന്ത് കഴിവാണ് എനിക്ക് പടച്ച റബ്ബ്, പ്രപഞ്ച സൃഷ്ടാവ് ഇങ്ങോട്ട് പോരുമ്പോ തന്നിട്ടുള്ളത്? ആ കഴിവിനെ കണ്ടെത്തി നമുക്ക് വളരാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് ഉയർന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ എത്രയെത്ര ആളുകൾ ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എത്രയെത്ര ആളുകൾ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് നല്ല ജനസേവന പ്രവർത്തനങ്ങൾ, ചാരിറ്റി ചെയ്ത് സംതൃപ്തിയോടെ ജീവിക്കുന്നുണ്ട്. നമുക്കും അങ്ങനെ, ഇനി നമുക്ക് സമ്പത്തിന്റെ ആവശ്യമില്ലെങ്കിൽ ഒന്നുമില്ല, നമ്മളെ കഴിവ് ഉപയോഗിച്ച് കഴിവ് ഉപയോഗിച്ച് അറിവ് നേടി നമ്മൾ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുത്താൽ നമുക്കത് പരലോകത്തൊരു രക്ഷയായി മാറുമല്ലോ. പൊതുവെ നമ്മൾ സ്വന്തം കാര്യം മാത്രം നോക്കാനാണ് നമ്മൾ പഠിച്ചത്. സ്വന്തം കാര്യം മാത്രം നോക്കുക. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള കഴിവിനെ ഒന്നും നമുക്ക് കണ്ടെത്താൻ കഴിയാത്തത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സേവനം ചെയ്യണം, മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മകൾ ചെയ്യണം, സാമൂഹികമായിട്ടുള്ള ബാധ്യതകൾ നിറവേറ്റണം എന്ന രൂപത്തിലുള്ള വിശ്വാസവും ചിന്തകളും കൊണ്ട് നടക്കുമ്പോഴേ നമ്മൾ നമ്മളെ ഉള്ളിലേക്ക് നോക്കാൻ ശ്രമിക്കുള്ളൂ. നമ്മൾ നമ്മളെ ഉള്ളിലേക്ക് നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ? നമ്മുടെ കഴിവിനെ കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ കഴിവിനെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ല ഒരു വരുമാനമുള്ള ഒരവസ്ഥയിലേക്ക് എത്താൻ കഴിയില്ല. അപ്പൊ അത് കേൾക്കുന്നവരൊക്കെ വിചാരിക്കും, അപ്പൊ വയസ്സാം കാലത്താണോ ഞാൻ അപ്പൊ അതൊക്കെ ചിന്തിക്കുന്നത്? അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ലേ? എന്നാല് KFC എന്ന് പറഞ്ഞ എന്താ, KFCയുടെ സ്ഥാപകനായ ഒരു വ്യക്തി 65-ാമത്തെ വയസ്സിലാണ്, ആ 65 ആയപ്പോഴേക്കും അദ്ദേഹം ഒരുപാട് സംഗതികൾ ചെയ്തു. 20-ാം വയസ്സിൽ കല്യാണം കഴിച്ചു, ഡൈവേഴ്സായി, ഒരു ആത്മഹത്യക്ക് വരെ അദ്ദേഹം തുന്നിയിട്ടുണ്ട്. ഒരുപാട് പ്രവൃത്തികൾ ചെയ്തു, ഒക്കെ പരാജയത്തിലാണ് പോയത്. അവസാനം 65 വയസ്സായ സമയത്ത് ഒരു ജീവിതമാർഗം ഇല്ലാതെ ഇനി എങ്ങനെ ജീവിക്കും, തുച്ഛമായ വരുമാനം കൊണ്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ള ഒരു അവസ്ഥ എത്തിയപ്പോഴാണ് അയാളുടെ കഴിവുകളെ പറ്റി അയാൾ ചിന്തിക്കുന്നത്. അപ്പൊ അയാൾ ഓർത്തു, പണ്ട് കുറെ വർഷങ്ങൾക്ക് മുന്നേ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന സമയത്ത് അയാൾ ചില ഫുഡ് ഉണ്ടാക്കുമ്പോൾ ആ ഫുഡ് കസ്റ്റമേഴ്സ് കഴിക്കുമ്പോൾ അതിനെ പുകഴ്ത്തി പറയുന്നത് അയാളെ മനസ്സിലേക്ക്, ആ വാക്കുകൾ അയാൾക്ക് ഇങ്ങനെ വന്നു. അങ്ങനെയാണ് അയാള് ഇതുണ്ടാക്കട്ടെ, എന്താ പിന്നെ അദ്ദേഹത്തിന്റെ കഴിവുകൾ മനസ്സിലാക്കി ആ വിഭവങ്ങൾ അദ്ദേഹം ഉണ്ടാക്കി 999 ഹോട്ടലുകളിൽ അയാള് ഈ വിഭവം കൊണ്ടുപോയി കൊടുത്ത്, ചിക്കൻ ഫ്രൈ. പക്ഷെ ഒരിക്കലും നമ്മളാരും ആണെങ്കിലും ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞ് ഇനി എന്നോടൊന്നും കഴിയൂല, അത് ഇനിയിപ്പോ ആരും വാങ്ങൂല എന്നുള്ള നിലക്ക് നമ്മളങ്ങനെ നീങ്ങും. പക്ഷെ അയാൾക്ക് അയാളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇത് വാങ്ങാൻ ആളുണ്ട്, വാങ്ങും എന്നുള്ള ഒരു വിശ്വാസം അയാൾ വെച്ചു പുലർത്തി. അതിനോട് എന്തായി? ആ 1000-ാമത്തെ ഹോട്ടലിൽ കൊണ്ടു കൊടുത്തപ്പോ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ടായിനി. ആ ഹോട്ടലിന്റെ ആളുകൾ അത് വാങ്ങി ഇവർക്ക് കൊടുത്തു. അങ്ങനെ അവരത് കഴിച്ചു. അപ്പം തന്നെ വീണ്ടും അവരിൽ നിന്ന് ഈ കഴിക്കുന്നവർ വാങ്ങി. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ആരംഭിക്കുന്നത്. ഇന്ന് അദ്ദേഹം 94-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ ലോക കോടീശ്വരന്മാരിൽ ഒരാളായി മാറിയിട്ടാണ് മരിക്കുന്നത്. അപ്പോ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ കണ്ടെത്തി
വളരാൻ നമുക്ക് പ്രായമൊന്നും ഒരു ഘടകമല്ല. എങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ആത്മാവിനോട് നന്മ ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആത്മവഞ്ചനയാണ് ചെയ്യുന്നത്. നമ്മുടെ കഴിവ് കണ്ടെത്തി നമുക്ക് വരുമാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേരെ സഹായിക്കാനും ചേർത്ത് നിർത്താനും അതിലൂടെ അവരുടെ പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറി സന്തോഷമുള്ള ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്താനും കഴിയും. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇനി എല്ലാവരും ഒന്ന് കണ്ണു പൂട്ടുക. അപ്പൊ നമ്മളെ മനസ്സിലേക്ക് കയറിക്കൂടിയിട്ടുള്ള വേണ്ടാത്ത ആ വിശ്വാസങ്ങൾ അതൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഈ മെഡിറ്റേഷനിലൂടെ പുറത്തേക്ക് പോകണം. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഇങ്ങനെ വേണ്ടാതെ നമ്മളെ ഉള്ളിലുള്ള കഴിവുകളൊന്നും കണ്ടെത്താതെ വേണ്ടാത്ത വിശ്വാസങ്ങൾ വെച്ച് പുലർത്തി നമ്മൾ പ്രപഞ്ച സൃഷ്ടാവിന് ഇഷ്ടമില്ലാത്ത രൂപത്തിൽ പലരുടെ അടുത്തേക്കും തേടിപ്പോയി ജ്യോത്സ്യന്മാരെയും മറ്റുള്ളവരെയൊക്കെ കണ്ട് അങ്ങനെയുള്ള ആളുകൾ പൊതുവെ മരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കുറെ കാലം വർഷങ്ങളോളം സുഖമില്ലാതെ കെട്ടുമ്മൽ കിടന്ന് ഒരു വല്ലാത്ത യാതന, നരകയാതന അനുഭവിച്ചിട്ടാണ് ഇങ്ങനെയുള്ളവരൊക്കെ മരിക്കുന്നത് കാണുന്നത്. ഞാൻ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. ഒരുപാട് വ്യക്തികളിൽ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ ഇത് പ്രപഞ്ച സൃഷ്ടാവിന് ഇഷ്ടമില്ലാത്ത സംഗതി ആയതുകൊണ്ടാണോ അറിയില്ല ഈ രൂപത്തിലുള്ള മരണം അവർക്ക് ഏൽക്കേണ്ടി വരുന്നത് എന്നുള്ളത്. കാരണം നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് നോക്കാത്തത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ തേടി പോവേണ്ടി വരുന്നത്. ഞാൻ ഒരുപാട് വ്യക്തികളെ ഈ രൂപത്തിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതം ഒരുപാട് വ്യക്തികളിലൂടെ ഓരോ സംഗതികൾ പഠിക്കുകയാണ്. പഠിച്ച് അടുത്ത തലമുറക്ക് നല്ലൊരു ഇത് കൊടുക്കണം. നമ്മൾ ഇവിടെ ജീവിച്ചതിന് ആ തലമുറക്ക്, ഇനി വരുന്ന തലമുറക്ക് നല്ലൊരു അവസ്ഥയിലൂടെ നീങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഉള്ളത്. അപ്പോ നമ്മുടെ വിശ്വാസങ്ങൾ നമ്മൾ ശരിയാക്കി നല്ല ഒരു ലൈഫ് നമ്മൾ കെട്ടിപ്പടുക്കുക, സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കും. അതിന് നമ്മൾ പരിശ്രമിക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് കണ്ണ് പൂട്ടി സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. കയ്യ് വിരലിങ്ങനെ വെക്കുക മുദ്രയിൽ. രണ്ട് ചൂണ്ടുവിരലും തന്തവിരലും ഇങ്ങനെ വെക്കുക. എന്നിട്ട് മലർത്തി മടി വെച്ചിട്ട് സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. എന്നിട്ട് പിന്നെ ശ്വാസത്തിലേക്ക് നിരീക്ഷിക്കണം. ശ്വാസത്തേക്ക് നിരീക്ഷിച്ച് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു നേരിയ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കുക. പുറത്തേക്ക് വിടുമ്പോ നേരിയ ചൂട് ഫീൽ ചെയ്യുന്നുണ്ടോ നോക്കുക. ഈ ശ്വസനം, ഈ വായു, ഓക്സിജൻ കലർന്ന ഈ വായു നമ്മുടെ ആന്തരാവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് നിർബന്ധമാണ്, ആവശ്യമാണ്. പണ്ടുള്ള പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് അടുപ്പിൽ ഊതുന്നത് കൊണ്ട് അവർക്കത് നടന്നിരുന്നു. അവർക്ക് വല്ലാത്ത അസുഖങ്ങളും പ്രശ്നങ്ങളും ഇല്ലേനി. ഇന്നൊക്കെ ഗ്യാസും ഇതോ കറണ്ട് അടുപ്പൊക്കെ ആയതിന്റെ പേരിൽ അങ്ങനത്തെ ആവശ്യങ്ങളില്ല. പിന്നെ ഈ അറിവ് നമുക്കവിടെ ഇല്ലാണ്. അതുകൊണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് മടിയിൽ വെക്കുക. എന്നിട്ട് സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക. കണ്ണ് ക്ലോസ് ചെയ്യുക. ശ്വാസം നന്നായി ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലുള്ള ആന്തരാവയവങ്ങൾക്ക് ഈ ശ്വാസം ആവശ്യമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നേരിയ തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നന്നായി ഉള്ളിലേക്ക് എടുക്കുക ശ്വാസം. എന്നിട്ട് 2 മിനിറ്റ് ഹോൾഡ് ചെയ്യുക. സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഒന്നും കൂടി. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, breathe out, breathe in,
Breathe out. Breathe in. Breathe out. ഇനി നാവ് മേലെണ്ണാക്കിൽ തട്ടിച്ചുകൊണ്ട് വായ അടച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വായ അടക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വായ തുറന്നുകൊണ്ട് ഹാ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിടുക. അത് പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലുള്ള നെഗറ്റീവുകളൊക്കെ ഒരു കറുത്ത പുകയായിട്ട് പുറത്തേക്ക് പോകുന്നതായിട്ട് ചിന്തിക്കാം. പിന്നെ രണ്ടാമത്തേതില് വിഷമങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നതായിട്ട് ചിന്തിക്കാം. ഇങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോ സംഗതികൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. നാവ് മേലെണ്ണാക്കി തട്ടിക്കുക. ബ്രീത്തിങ്. ബ്രീത്ത് ബ്രീത്തിങ്. ബ്രീത്ത്. വായ തുറന്നുകൊണ്ട് അടിവയറ്റത്തിൽ എത്തുന്നത് വരെ ശ്വാസം എടുക്കുക. ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട്. ബ്രീത്തിങ്. ബ്രീത്ത് ഔട്ട്. ഞാൻ അറിയാതെ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ പലരും പല രൂപത്തിൽ എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിട്ടുണ്ട്. അതിലെ തെറ്റും ശരിയും മനസ്സിലാക്കുവാനുള്ള കഴിവ് അന്ന് എനിക്കില്ലായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് വേണ്ടാത്ത പല സംഗതികളും എൻ്റെ മനസ്സിൽ കയറിക്കൂടിയിട്ടുണ്ട്. ഇതെല്ലാം ഇനി ഈ ബ്രീത്ത് എക്സസൈസിലൂടെ ഞാൻ പുറത്തേക്ക് പോക്കുന്നു. ഇതെല്ലാം എൻ്റെ ഉള്ളിൽ നിന്നാൽ അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ചിന്തകളാണ് എനിക്ക് ഇനി വരിക. അത് എന്നെ ജീവിത പരാജയത്തിലേക്കാണ് നയിക്കുക. അതിനാൽ എൻ്റെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് ബിലീവ് സിസ്റ്റത്തെയും ഞാൻ മനസ്സിലാക്കി വേണ്ടാത്തതിനെ പുറത്തേക്കാക്കി നല്ലതിനെ ഉള്ളിലേക്ക് സ്വീകരിച്ച് എൻ്റെ ഉള്ളിലുള്ള ആ ആത്മാവിനെ സംസ്കരിച്ച് എൻ്റെ ഉള്ളിലുള്ള കഴിവുകളെ കണ്ടെത്തി ഒരുപാട് കഴിവുകൾ തന്നിട്ടാണ് പ്രപഞ്ച സൃഷ്ടാവ് എന്നെ വിട്ടത്. എന്നാൽ അത് ചിന്തിക്കുവാനോ അത് കണ്ടെത്തുവാനോ ഉള്ള ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെട്ടിട്ടില്ല. ഇനി മുതൽക്ക് എൻ്റെ എല്ലാ വിശ്വാസങ്ങളെയും ഞാൻ മനസ്സിലാക്കി എൻ്റെ ഉള്ളിലുള്ള കഴിവിനെ തിരിച്ചറിഞ്ഞ് ഞാൻ അവയെ വളർത്തുകയും അതിനു വേണ്ട അറിവുകൾ നേടുകയും നല്ല ഒരു ജീവിതം ഞാൻ സ്വപ്നം കാണുകയും ചെയ്യുന്നു. ഇനി കണ്ണു പൂട്ടിക്കൊണ്ട് നിങ്ങളെ ലൈഫിൽ നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നുവോ ആ എന്ത് ആഗ്രഹമാണ് നിങ്ങൾക്കുള്ളത് അത് പൂർത്തീകരിച്ചതായിട്ട് നിങ്ങൾ ഒരു 10 മിനിറ്റ് ഒരു 5 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യാം. ഇപ്പൊ രോഗിയാണ് നിങ്ങളെങ്കിൽ പൂർണ്ണ ആരോഗ്യവതിയായി നല്ല നിലയിൽ നടക്കുന്നതായിട്ട് എല്ലാ അസുഖങ്ങളും മാറി ആദ്യം എങ്ങനെ അസുഖമില്ലാത്ത അവസ്ഥയിൽ എങ്ങനെ ജീവിച്ചുവോ ആ അവസ്ഥയിൽ ഇപ്പോൾ ജീവിക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ 5 മിനിറ്റ് കാണാം. ഇനി വീടില്ലാത്ത ഒരാളാണെങ്കിൽ നല്ലൊരു വീടും 5 സെന്റ് സ്ഥലം വാങ്ങുന്നതും അതുപോലെ അതിൽ വീട് വെക്കുന്നതും ഒക്കെ ഇപ്പം ഈ ഒരു 5 മിനിറ്റ് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യാം. എന്താണോ നിങ്ങളുടെ പ്രശ്നം അത് പരിഹരിക്കപ്പെട്ടതായിട്ട് 5 മിനിറ്റ് നേരം കണ്ണ് പൂട്ടിക്കൊണ്ട് വിഷ്വലൈസ് ചെയ്യാം. തീർച്ചയായും ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമ്മളെ ന്യൂറോൺസ് അതിനനുസരിച്ച് സെറ്റ് ആവുകയും അത് ആ ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ വേഗം അടുക്കുകയും ചെയ്യും. അതിന് നെഗറ്റീവ് ബിലീഫ്സ് മൊത്തം നമുക്ക് മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയണം. ഒരു 5 മിനിറ്റ് വിഷ്വലൈസ് ചെയ്യാം. രോഗിയായിട്ടുള്ള ഒരാളാണെങ്കിൽ എല്ലാ രോഗവും മാറി എൻ്റെ ഉള്ളിലുള്ള ഉപബോധ മനസ്സിന്റെ കഴിവ് ഉപയോഗിച്ച് ആത്മശക്തി ഉപയോഗിച്ച് ഹീലിംഗ് പവർ എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഞാൻ ഒരുപാട് മരുന്നുകൾ കുടിച്ച് എൻ്റെ പ്രതിരോധ ശേഷിയെ നശിപ്പിച്ച് എൻ്റെ പല വിശ്വാസങ്ങൾ കാരണം
ഞാൻ വേണ്ടാത്ത തെറ്റായ വിശ്വാസങ്ങൾ വച്ചു പുലർത്തിയത് കാരണം എൻ്റെ ഉള്ളിലുള്ള പ്രതിരോധ ശേഷിയെ നശിപ്പിച്ച് ഞാൻ ഇങ്ങനെ രോഗിയായി കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇനി മുതൽക്ക് എൻ്റെ വിശ്വാസം ഞാൻ ശരിയാക്കി. ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ ഉള്ളിലുള്ള ആത്മശക്തിക്ക് എൻ്റെ അസുഖം സുഖപ്പെടുത്താൻ കഴിയും. ഞാൻ ആരോഗ്യവതിയാണ്, പൂർണ്ണ ആരോഗ്യവതിയാണ്, ഞാൻ സന്തോഷവതിയാണ്, ഞാൻ സമ്പത്തിനുടമയാണ്. എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള പണം എന്നിലേക്ക് ഒഴുകി വരുന്നു. പല മാർഗങ്ങളിലൂടെ പണം എന്നിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുന്നു. പണം ആവശ്യത്തിന് വേണം, അധികമായിട്ടും വേണം, എങ്കിലേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ഇടയിൽ ഒരുപാട് അർഹതപ്പെട്ട, നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരുപാട് ആളുകളുണ്ട്. ഈ ആളുകൾക്കൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ, നമ്മുടെ കയ്യിലുള്ളത് കൊടുക്കുമ്പോൾ മാത്രമേ അവരുടെ ഉള്ളിൽ സന്തോഷവും നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതിനാൽ ഈ അവസ്ഥയിലേക്ക് ഞാൻ എത്തുന്നതായിട്ട്, ഞാൻ നല്ല ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക്, സന്തോഷമുള്ള അവസ്ഥയിലേക്ക്, സമ്പത്തുള്ള അവസ്ഥയിലേക്ക് എത്തിയതായിട്ട് ഞാൻ എൻ്റെ മനസ്സ് നിറയെ കാണുന്നു. മനസ്സിൽ ഞാൻ ഭാവനയിൽ കാണുന്നു. തീർച്ചയായും എനിക്ക് നല്ല ഒരു ജീവിതമുണ്ട്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, breathe in, breathe out. എൻ്റെ ലക്ഷ്യത്തിൽ, എൻ്റെ ആഗ്രഹത്തിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എൻ്റെ ലക്ഷ്യവും ആഗ്രഹവും തീർച്ചയായും പൂർത്തീകരിക്കപ്പെടും, സാക്ഷാത്കരിക്കപ്പെടും. ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി കൈ നന്നായി ഉരസുക. രണ്ട് കൈയും നന്നായി ചൂടാവുന്നത് വരെ ഉരസിയതിന് ശേഷം നന്നായി ഉരസുക. എന്നിട്ട് രണ്ട് കണ്ണിന്മേൽ വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി കണ്ണ് തുറക്കുക. എന്നിട്ട് കയ്യെ മേലൊക്കൊന്ന് ഒരുതുക. എന്താ ഫീൽ ചെയ്യണ? എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഹലോ, എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളി. ഹലോ, പറയാൻ കഴിയുന്നില്ല? എന്നാൽ ഓക്കെ. ഇതുവരെ ഇതെല്ലാം കേട്ടതിനും ക്ഷമിച്ച് ഇതൊക്കെ ശ്രമിച്ചതിന് എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും സ്നേഹത്തോടെ, സന്തോഷത്തോടെ ഞാൻ നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു.